ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്ന ബലരാമൻ കൃഷ്ണന്റെ അടുത്ത് നിന്ന് കൃഷ്ണനോട് നന്ദി പറയുകയാണ്. കൃഷ് ഒരു എതിർപ്പും പ്രകടിപ്പിക്കാതെ കമ്പനിയുടെ ചുമതല ബലരാമനെ ഏൽപ്പിച്ചതിന്റെ നന്ദിയാണ് ബലരാമൻ കൃഷ്ണനോട് പറയുന്നത്. ഞാനിപ്പോൾ ഒറ്റയ്ക്കല്ല, എനിക്കൊപ്പം വലിയൊരു സൈന്യം തന്നെ എനിക്കിപ്പോൾ ഉള്ള പോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബലരാമൻ അകത്തേക്ക് കയറി പോവുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് കൃഷ് ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. തുറത്ത് കാണിക്കുന്ന കൺമണിയുടെ വീടാണ്. കൺമണിയുടെ അച്ഛൻ കൺമണിയെ വിളിക്കുകയാണ്. മോളെ, ആ മനോജിന്റെ കേസിന്റെ ഫയൽസ് എല്ലാം എടുക്കാൻ പറയുകയാണ്. ഞാൻ ആ വക്കീലിനെ കണ്ടിട്ട് വരാമെന്ന് പറയുകയാണ്. തുടർന്ന് കൺമണി ആ ഫയൽ എടുക്കുന്നതിന് വേണ്ടി അകത്തേക്ക് പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ധനലക്ഷ്മി വരികയാണ്. തുടർന്ന് ധനലക്ഷ്മി പിന്നെ ശ്രീനിയോട് അച്ഛൻ ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് ചോദിക്കുമ്പോൾ ശ്രീനി ഞാനിപ്പോൾ വക്കീലിനെ കാണാൻ വേണ്ടി പോവുകയാണെന്ന് പറയുകയാണ്. മനോജിന്റെ കേസിന്റെ ഡീറ്റെയിൽസ് വക്കീലിനോട് ചോദിക്കണം. എന്നാൽ അത് കേട്ട് ധനലക്ഷ്മി പിന്നെ അച്ഛനോട് വക്കീലിനെ കണ്ടിട്ടൊന്നും കാര്യമില്ല, വക്കീലൊക്കെ നമ്മളെപ്പോഴും പറ്റിക്കുകയാണെന്ന് പറയുകയാണ്. എന്നുള്ളത് കേട്ട് ശ്രീനി അത് നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ധനലക്ഷ്മി അതൊക്കെ എനിക്കറിയാം, ഞാൻ നിങ്ങളെക്കാട്ടും ലോകം കണ്ടവളാണെന്നൊക്കെ പറയുകയാണ് ധനലക്ഷ്മി. തുറന്ന് ധനലക്ഷ്മി പിന്നെ അച്ഛനോട് അച്ഛൻ വക്കീലിനെ കാണുമ്പോൾ എൻ്റെ 51 പവൻ സ്വർണത്തിന്റെ കാര്യം കൂടി വക്കീലിനോട് ചോദിക്കാൻ പറയുകയാണ്. ഈ പോലീസ് പ്രതികൾക്കൊപ്പം കൂട്ടുകൂടി ആ സ്വർണം കോടതിയിൽ മുക്കുപണ്ടം വെച്ച് നമ്മളെ പറ്റിക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ വന്നാൽ എനിക്ക് എൻ്റെ സ്വർണം നഷ്ടപ്പെടുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണിക്കും അതുപോലെ തന്നെ ശ്രീനിക്കും നല്ല ദേഷ്യം വരികയാണ്. തുടർന്ന് കൺമണി പിന്നെ ധനലക്ഷ്മിയോട് അത് ചേച്ചിക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുകയാണ്. എന്തിനാണ് പോലീസ് മുക്കുപണ്ടം വെക്കുന്നതെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ധനലക്ഷ്മി വീണ്ടും കൺമണിയോടും അച്ഛനോടും ആ പോലീസും ആ കള്ളന്മാരും ഒറ്റക്കെട്ടാണെന്ന് പറയുകയാണ്. അവർ രണ്ടുപേരും ചേർന്ന് ആ സ്വർണം അടിച്ചെടുക്കും, അതിനുവേണ്ടി കോടതിയിൽ അവർ മുക്കുപണ്ടം കൊണ്ടുവയ്ക്കുമെന്ന് പറയുകയാണ്. എനിക്ക് അവർ രണ്ടു കൂട്ടരെയും വിശ്വാസമില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ധനലക്ഷ്മി കൺമണിയുടെയും ശ്രീനിയുടെയും മുന്നിൽ ആ മുക്കുപണ്ടത്തിന്റെ കാര്യം ആദ്യം തന്നെ എറിഞ്ഞിടുകയാണ്. ഇനി അത് മുക്കുപണ്ടമാണെന്ന് പോലീസ് കണ്ടെത്തിയാൽ തന്നെ അത് പോലീസ് തിരിമറി നടത്തിയതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആദ്യമേ തന്നെ പണിപ്പെടുകയാണ് ധനലക്ഷ്മി. തുറന്ന് കാണിക്കുന്ന മാനസിയാണ്. മാനസ കൃഷിന്റെ വീട്ടിലേക്ക് തിരികെയാണ്. എന്നാൽ അത് കണ്ട ആന്റിയമ്മ വേഗം തന്നെ മാനസിയെ പിടിച്ച് വീടിന്റെ പുറത്ത് മാറ്റി നിർത്തി സംസാരിക്കുകയാണ്. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് മാനസ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് മാനസ പിന്നെ ആന്റിയമ്മയോട് എനിക്കറിയാം ബലരാമൻ വന്നു അല്ലേ, ഞാൻ ബലരാമനെ കാണുന്നതിന് വേണ്ടി വന്നതാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ആന്റിയമ്മയൊന്ന് ഞെട്ടുകയാണ്. തുടർന്ന് ആന്റിയമ്മ പിന്നെ മാനസിയോട് നീ ഇങ്ങോട്ട് വന്നാൽ അത് ഇവിടെയുള്ളവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല, സാഗറിനോ സുജാതയ്ക്കോ കൃഷ്ണ അത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് മാനസ പിന്നെ നല്ല ധൈര്യസമ്മതത്തോടുകൂടി ആന്റിയമ്മയോട് അവരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, എനിക്കറിയാം അവരോട് എങ്ങനെ സംസാരിക്കണമെന്ന്, അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുകയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പറയുകയാണ്. എനിക്കൊന്നിനി പേടിക്കേണ്ട കാര്യമില്ല, ഇത് പുതിയ മാനസിയാണ്, മാനസ 2.0 ആണെന്നൊക്കെ പറഞ്ഞു മാനസ ആന്റിയമ്മയെ ഞെട്ടിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് സുജാത വരികയാണ്. പുറത്ത് ആന്റിയമ്മയും മാനസിയും സംസാരിക്കുന്നത് കണ്ട് സുജാതയൊന്ന് ഞെട്ടി നിൽക്കുകയാണ്. മാനസ പറയുന്നതല്ല സുജാത കേൾക്കുകയാണ്. തുടർന്ന് സുജാത മറുത്തൊരക്ഷരം പറയാതെ വേഗം തന്നെ വീടിന്റെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. തുറന്ന് വീടിനകത്തുള്ള ബലരാമനോടും സാഗറിനോടും പുറത്ത് മാനസ വന്നിട്ടുണ്ട്. സാഗർ മാനസിയോട് ദേഷ്യപ്പെടരുത്, ബലരാമന് മാനസിയോട് ദേഷ്യപ്പെടരുത്, അവളുടെ വരവ് എന്തിനുള്ളതാണെന്ന് അറിയില്ല, അവൾ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ സ്വസ്ഥത കളയാൻ. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് മാനസ വരികയാണ്. മാനസ അങ്ങോട്ട് ചെന്ന് ഹായ് സാഗർ അങ്കിൾ, ഹായ് സുജാത ആന്റി, ഹായ് ബലരാമൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെല്ലുന്നത്. പക്ഷെ എല്ലാവരും 3 പേരും നല്ല ഗൗരവത്തിലാണ്. തുടർന്ന് സുജാത പിന്നെ മാനസിയോട് മാനസ നീ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണ്. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാമല്ലോ, നീ അതൊക്കെ മറക്കണമെന്ന് പറയുകയാണ്. എന്നുള്ളത് കേട്ട് മാനസ പിന്നെ സുജാതയുടെ കഴിഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒരിക്കലും മറക്കില്ല, അത് മറക്കാൻ ഞാൻ എന്താ വല്ല കോമയിൽ കിടക്കുകയാണോ, എൻ്റെ ജീവന്റെ അവസാന തുടിപ്പ് വരെ ഞാൻ കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്തിരിക്കുമെന്ന് പറയുകയാണ് മാനസ. എന്നാൽ അത് കേട്ട് സാഗർ സുജാതയൊക്കെ ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് സാഗർ പിന്നെ നല്ല ഗൗരവത്തിൽ പിന്നെ മാനസിയുടെ വീട്ടിൽ കയറി വരുന്ന അതിഥികളോട് മാന്യമായി പെരുമാറണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് സാഗർ നിർത്തുകയാണ്. എന്നാൽ അത് കേട്ട് മാനസ അയ്യോ അങ്കിൾ, നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ഇങ്ങോട്ട് വന്നത് പ്രശ്നമുണ്ടാക്കുന്നതിന് വേണ്ടിയല്ല, ഞാൻ ഇത്ര നാൾ ചെയ്തു കൂട്ടിയ തെറ്റുകളെല്ലാം ഏറ്റു പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. തുറന്ന് മാനസ ബലരാമന്റെ അടുത്ത് വന്നിട്ട് ബലരാമന്റെ അടുത്ത് സോറി പറയുകയാണ്. ഞാൻ ബലരാമന് ഒരുപാട് വേദനിപ്പിച്ചു, എനിക്കതിപ്പോൾ മനസ്സിലായിരിക്കുകയാണ്, എനിക്കതിന്റെ കുറ്റബോധമുണ്ടെന്നൊക്കെ പറഞ്ഞ് മാനസ പുതിയൊരു നാടകം ആരംഭിച്ചിരിക്കുകയാണ്. തുടർന്ന് ബലരാമനോട് സോറി പറയുകയാണ്. ബലരാമൻ എന്നോട് ക്ഷമിക്കില്ലേ ബലരാമ, സോറി ബലരാമ, ഞാൻ ഇനി ബലരാമനെയോ നിങ്ങളെ ആരും ഉപദ്രവിക്കില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സാഗറിന് സുജാതിക്ക് ഒരു ആശ്വാസമാവുകയാണ്. പക്ഷേ സാഗർ സുജാതി അപ്പോഴും കൺഫ്യൂഷനിലാണ്. ഇത് ശരിക്കും മാനസിയാണോ, ഇത് ഇവളുടെ ഇനി വല്ല ഉടായ്പ് നമ്പറാണോ എന്ന് ചിന്തിച്ച് നിൽക്കുകയാണ്. തുടർന്ന് മാനസ വീണ്ടും സുജാതയുടെയും സാഗറിന്റെ അടുത്ത് ചെന്നിട്ട് വീണ്ടും നമ്പർ ആക്കുകയാണ്. നിങ്ങൾക്ക് ഇനി എന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാമെന്ന് പറയുകയാണ്.
തുടർന്ന് മാനസ വീണ്ടും ബലരാമന്റെ അടുത്ത് ചെന്ന് ബലരാമന് കൈ കൊടുക്കുകയാണ്. നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എല്ലാം ഇതോടുകൂടി അവസാനിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബലരാമന് കൈ കൊടുക്കുകയാണ്. തുടർന്ന് ബലരാമൻ മാനസിക്ക് കൈ കൊടുക്കുകയാണ്. തുടർന്ന് മാനസ പിന്നെ സുജാതയോട് സാഗറിനോട് കൃഷിന്റെ കാര്യം ചോദിക്കുകയാണ്. തുടർന്ന് സുജാത കൃഷി അകത്തുണ്ടെന്ന് പറയുകയാണ്. തുടർന്ന് മാനസ കൃഷി ഹോസ്പിറ്റലായിരുന്ന സമയത്ത് പോലും എനിക്ക് കൃഷ്ണനെ കാണാൻ സാധിച്ചില്ല, ഞാനൊന്ന് കൃഷ്ണൻ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അകത്തെ മുറിയിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ആന്റിയമ്മ വരികയാണ്. സുജാതയോട് സാഗറിനോട് പിന്നെ ആന്റിയമ്മ പിന്നെ മാനസയെ കുറിച്ച് പറയുകയാണ്. മാനസ ഇപ്പോൾ ഡീസന്റ് ആയിരിക്കുകയാണ്, മാനസ ഇപ്പോൾ ആളാകെ മാറിയിരിക്കുകയാണ്, നല്ല തങ്കപ്പെട്ട സ്വഭാവമാണെന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തുകയാണ്. എന്നാൽ അത് കേട്ട് സുജാത പിന്നെ ആന്റിയമ്മയോട് സാഗറിനോട് ശരിയാണ്, ആന്റിയമ്മ പറഞ്ഞ് ശരിയാണ്, മാനസ ആളാകെ മാറിയിരിക്കുകയാണ്, ഇപ്പോഴത്തെ മാനസ നല്ല ക്യൂട്ട് മാനസിയാണെന്നൊക്കെ പറയുകയാണ്. പക്ഷേ സാഗറിന് അപ്പോഴും അത് അങ്ങോട്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എന്തൊക്കെയോ സംശയങ്ങൾ സാഗറിന്റെ മനസ്സിലുണ്ട്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് തലകുമ്പിട്ടുകൊണ്ട് ബലരാമൻ വരികയാണ്. ബലരാമന് ഇപ്പോൾ വിനയം ലേശം കൂടുതലാണ്. ബലരാമൻ അച്ഛനോടും അമ്മയോട് അച്ഛ ഞാൻ പുറത്തു പോയിട്ട് വരാം എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സുജാത പിന്നെ ബലരാമനോട് ബലരാമ നീ പെട്ടെന്ന് വരണം, നീ വന്നിട്ടേ ഞങ്ങൾ ഭക്ഷണം കഴിക്കൂ, നീ ഇവിടെ വന്നിട്ട് വേണം ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാൻ, നീ പെട്ടെന്ന് വരണം എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ബലരാമൻ അമ്മ പേടിക്കേണ്ട, ഞാൻ എന്തായാലും ഇവിടെ വന്നിട്ടേ ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ബലരാമൻ അവിടുന്ന് പോവുകയാണ്. എന്നാൽ സുജാതയുടെ ഡയലോഗ് കേട്ട് സാഗർ ആകെ കണ്ണു തള്ളിയിട്ട് നിൽക്കുകയാണ്. ഇവളിത് വിടുന്ന മട്ടില്ല എന്ന രീതിയിലാണ് സാഗർ നിൽക്കുന്നത്. തുടർന്ന് ബലരാമന് ആന്റിയമ്മ അവിടുത്തെ പോയ ശേഷം സുജാത വീണ്ടും സാഗറിനോട് മാനസിയുടെ കാര്യം വീണ്ടും ചോദിക്കുകയാണ്. തുറന്നു കാണിക്കുന്ന മാനസിയാണ്. മാനസ നേരെ കൃഷിന്റെ മുറിയിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് മുറിക്കകത്ത് കൃഷിയില്ല, കൃഷി ടോയ്ലറ്റിൽ പോയിരിക്കുകയാണ്. തുടർന്ന് മാനസ ഡോറിന്റെ അവിടെ പോയിട്ട് ചെവി എത്തിച്ചു പിടിക്കുകയാണ്. തുടർന്ന് കൃഷി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. മാനസി ആ മുറിയിൽ കണ്ട് കൃഷി നീ എന്താണ് ഇവിടെ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് മാനസ ഒന്ന് ചിരിച്ചുകൊണ്ട് എന്താ കൃഷി ഞെട്ടിപ്പോയോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ കൃഷ്ണൻ കാണാൻ വേണ്ടി വന്നതാണ്, കൃഷ്ണൻ ഇപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാലും കൃഷ്ണന് നല്ല സങ്കടമായിട്ടുണ്ടാകുമല്ലേ കല്യാണം മുടങ്ങിയത്. തുറന്ന് കൃഷി ലേശ സങ്കടമായിട്ടുണ്ടെന്ന് പറയുകയാണ്. തുറന്ന് മാനസ കൃഷി പേടിക്കേണ്ട, കൃഷ്ണന്റെ കല്യാണമെല്ലാം ഞാൻ മുന്നിൽ നിന്ന് നടത്തി തരുമെന്ന് പറയുകയാണ്. മാനസയുടെ ഉദ്ദേശം വേറെയാണ്. കൃഷ്ണ മാനസ കല്യാണം കഴിക്കുമെന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് മാനസ വന്നിരിക്കുന്നത്. കൃഷ്ണൻ ലൈൻ അടിക്കുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണ് മാനസ. തുറന്ന് മാനസ വീണ്ടും കൃഷ്ണയോട് കൃഷ്ണ ഓഫീസിലെ കാര്യങ്ങൾ ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല, ഓഫീസിലേക്ക് ഞാൻ പോകുന്നുണ്ടല്ലോ, ഓഫീസിലെ എല്ലാ കാര്യങ്ങളും ഞാൻ മണിമണിയായിട്ട് നടത്തി എടുക്കുമെന്ന് പറയുകയാണ് മാനസ. ഞാൻ പോയാൽ കൃഷ്ണ അത്രയ്ക്കൊന്നും ചെയ്യില്ലായിരിക്കും, പക്ഷെ ഞാൻ പോയാലും ഓഫീസിലെ കാര്യങ്ങളെല്ലാം മുറ തെറ്റാതെ നടക്കുമെന്ന് പറയുകയാണ് മാനസ. എന്നാൽ അത് കേട്ട് കൃഷ്ണ ഒന്നും തന്നെ മിണ്ടുന്നില്ല. ഓഫീസിന്റെ ചുമതല ബലരാമനെ ഏൽപ്പിച്ച കാര്യമൊന്നും കൃഷ്ണ മാനസിയോട് പറയുന്നില്ല. തുറന്നു കാണിക്കുന്നത് കൺമണിയുടെ വീടാണ്. കൺമണിയുടെ അച്ഛൻ വക്കീലിനെ കണ്ടിട്ട് തിരികെ വീട്ടിലേക്ക് തിരിക്കുകയാണ്. തുറന്ന് വീടിന്റെ പുറത്ത് തന്നെ കൺമണി ഓഫീസിലേക്ക് പോകുന്നതിന് വേണ്ടി ഇറങ്ങുന്ന സമയത്താണ് ശ്രീനി അങ്ങോട്ട് വരുന്നത്. തുറന്ന് ശ്രീനി കൺമണിയോട് സംസാരിക്കുകയാണ്. കൺമണി അച്ഛനോട് വക്കീലിനെ കണ്ടിട്ട് എന്തായെന്ന് ചോദിക്കുകയാണ്. തുറന്ന് ശ്രീനി പിന്നെ കൺമണിയോട് നമ്മളൊരു കേസുമായിട്ട് ഒരു വക്കീലിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവരാദ്യം നമുക്ക് അനുകൂലമായിട്ടായിരിക്കും സംസാരിക്കുക, കേസ് നിഷ്പ്രയാസം ജയിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും തുടങ്ങുക. പക്ഷെ 2 സിറ്റിംഗ് കഴിയുമ്പോൾ അവർ പിന്നെ കുറെ നൂലാമാലകൾ പറയും, ഇത് ശരിയല്ല അത് ശരിയല്ല, ഈ കേസിൽ ഒരുപാട് നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ കിടന്ന് മെഴുകാൻ തുടങ്ങും. ഇനി ഞാൻ അകത്തുപോയിട്ട് ധനലക്ഷ്മിയോട് എന്താണ് പറയുക? ധനലക്ഷ്മി കണ്ടാൽ ആദ്യം അവൾ ചോദിക്കാൻ പോകുന്നത് 51 പവൻ സ്വർണത്തിന്റെ കാര്യമായിരിക്കും. എന്നുള്ളത് കേട്ട് കൺമണി ഞാൻ അപ്പോഴേ അച്ഛനോട് പറഞ്ഞതല്ലേ ചേച്ചി തരുന്ന സ്വർണം വേണ്ടത് എന്നുള്ളത് കേട്ട് ശ്രീനി നമ്മളായിട്ട് ചോദിച്ചാലല്ലോ, അവളായിട്ട് നിർബന്ധിച്ച് നമ്മുടെ കയ്യിൽ തന്നതല്ലേ, പുറകെ ഇതുപോലൊരു പുകില് വരുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് ശ്രീനി. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ബലരാമൻ വരികയാണ്. ബലരാമനെ കണ്ട് ശ്രീനിയും കൺമണിയൊക്കെ ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് ബലരാമൻ നേരെ ശ്രീനിയുടെയും കൺമണിയുടെ അടുത്ത് ചെന്നിട്ട് എന്തായി വക്കീലിനെ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ശ്രീനി കൺമണിയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ബലരാമനോട് പറയുകയാണ്. തുടർന്ന് ബലരാമൻ പിന്നെ ശ്രീനിയോടും കൺമണിയോട് നിങ്ങൾ അതോർത്തൊന്ന് പേടിക്കണ്ട, മനോജിന്റെ കാര്യം ഞാൻ ഏറ്റു എന്ന് പറയുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ മനോജിനെ ഞാൻ ജാമ്യത്തിലിറക്കും, മനോജിനെ ഈ കേസിൽ നിന്ന് ഞാൻ ഇറക്കിക്കൊണ്ടുവരുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ശ്രീനിക്കും കൺമണിക്ക് സന്തോഷമാവുകയാണ്. അവർ ബലരാമനോട് നന്ദി പറയുകയാണ്. എന്നാൽ അത് കേട്ട് ബലരാമൻ നിങ്ങൾ എന്നോട് നന്ദിയൊന്നും പറയേണ്ട, ഇതെന്റെ ഒരു കടമയാണെന്ന് പറയുകയാണ്. മനോജിനോട് ഞാൻ പണ്ട് ചെറിയൊരു തെറ്റ് ചെയ്തിരുന്നു, അതിന്റെ ഒരു പ്രായശ്ചിത്തം എന്നോണം നിങ്ങൾ കണ്ടാൽ മതി എന്ന് പറയുകയാണ്. തുടർന്ന് ബലരാമൻ പിന്നെ കൺമണിയോട് അല്ല കൺമണി ഇന്ന് ഓഫീസിലേക്ക് പോകുന്നില്ല എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൺമണി അതെ സാർ, ഞാൻ ഓഫീസിലേക്ക് പോകുന്നതിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. എന്നാൽ അത് കേട്ട് ബലരാമൻ അങ്ങനെയാണെങ്കിൽ കൺമണി എനിക്കൊപ്പം വന്നോളാൻ പറയുകയാണ്, ഞാനും ഓഫീസിലേക്കാണെന്ന് പറയുകയാണ്. തുടർന്ന് കൺമണി ബലരാമന്റെ കൂടെ ഓഫീസിലേക്ക് പോവുകയാണ്. തുറന്നു കാണിക്കുന്ന സുജാതയാണ്. സുജാത ആന്റിയമ്മയ്ക്കും സാഗറിനുള്ള ലെമൺ ജ്യൂസുമായിട്ട് നേരെ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. സുജാത സാഗറിനെ വിളിച്ചിട്ട് സാഗർ മാനസികയുടെ മാറ്റം വിശ്വസിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ നമുക്കൊരാളെ ചൂഴ്ന്നു നോക്കാനൊന്നും സാധിക്കില്ലല്ലോ സുജാതെ, നമുക്ക് നോക്കാം, ഇത് എവിടം വരെ പോകുമെന്ന് നമുക്ക് നോക്കാം എന്ന് പറയുകയാണ് സാഗർ. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.